മലപ്പുറം വേങ്ങര കൂരിയാട് റോഡ് ഇടിഞ്ഞു വീട് 2 കാറുകൾ അപകടത്തിൽപ്പെട്ടു. ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് വീണത്. കനത്ത മഴയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട്. അരുൺ, ആളുകൾക്ക് ആർക്കെങ്കിലും പരിക്കുണ്ടോ? ഇത് എപ്പോഴാണ് ഇങ്ങനെ അപകടമുണ്ടായത്? സാധാരണ വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തേക്കാണോ ഈ റോഡ് ഇടിഞ്ഞു വീണത്? ദിവിഷ്, ആദ്യം തന്നെ നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് പോകാം. എത്രത്തോളം ഭീകരത ഉണ്ടാക്കുന്ന തരത്തിലൊരു ദൃശ്യം നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. 3 കാറുകളാണ് ഈ ദേശീയപാതയുടെ ഒരു ഭാഗം കൂടി അടർന്നു വീണതോടെ 3 കാറുകളാണ് അതിനടിയിൽപ്പെട്ടത്. ആകെ ആശ്വാസമായ ഒരു കാര്യം, ആളപായമില്ല, ആർക്കും ഗുരുതര പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസം നൽകുന്നൊരു കാര്യമെന്നത്. ഏകദേശം ഒരു 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡ് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഒപ്പം തന്നെ ദേശീയപാതയുടെ ഒരു ഭാഗം അടർന്നു വീഴുകയും ചെയ്തു. ആ സമയത്തുണ്ടായിരുന്ന 3 കാറുകൾ ഇതിനകത്ത് അകപ്പെടുകയായിരുന്നു. നേരത്തെ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ സംഭവത്തിൽ പരാതി ഉയർത്തിയിരുന്നു. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന, ഇപ്പോൾ പുരോഗമിക്കുന്ന ഇവിടെ ഇത്തരത്തിൽ റോഡുകളിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്നുൾപ്പെടെയുള്ള പരാതി ഉയർത്തുന്നു. ഇപ്പോൾ റോഡുകളുടെ ഈ ഒരു ഭാഗം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ ഇടിഞ്ഞു വീണ ഭാഗമാണ്. അങ്ങോട്ട് പോകുന്നത് ഉൾപ്പെടെ സുരക്ഷിതമല്ല. ഇതാ റോഡ് ഇങ്ങനെ വിണ്ട് കീറിയതായി, റോഡിൻ്റെ വിള്ളൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഒരു അപകടം വേണമെങ്കിൽ തലനാഴിഴയ്ക്ക് ഒഴിവായി എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്തരത്തിൽ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ നേരത്തെയും ഇതേപോലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിലെന്തെങ്കിലും തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ? മഴ ഉണ്ടായിരുന്നോ? കനത്ത മഴയ്ക്ക് പിന്നാലെയാണോ ഇടിഞ്ഞു വീണത്, അതോ സാധാരണ രീതിയിലാണോ? ഇല്ല, അത്തരത്തിലൊരു മഴയൊന്നും എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമല്ല എന്നുള്ളതാണ് ദിവിഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു മഴയോ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല.